ശരി, ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ നമുക്കറിയാം പാകിസ്ഥാന്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രഹസ്യങ്ങളാണ് അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം അതിലേക്ക് വരാം. നമുക്ക് അതിനു മുൻപ് നമ്മൾ ആദ്യഘട്ടത്തിൽ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഈ മോദി ട്രംപ് തമ്മിലുള്ള ഒരു സൗഹൃദം, അതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലുണ്ടായ ചർച്ചകൾ. അതിന് വളരെ കൃത്യമായി തന്നെ ശ്രീ ബൈജു തുറ്റാല പറയുന്നത് അദ്ദേഹം അതിനൊരു പൊളിറ്റിക്കൽ വില്ലായി കാണുന്നില്ല. ലീഗൽ ഫൈറ്റിൽ ഈ പറയുന്ന പോലെ സുപ്രീം കോടതി അടക്കം തള്ളിയതുകൊണ്ട് മാത്രം ഇത്തരമൊരു കാര്യം സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഈ മാറിയ അതായത് അമേരിക്കയിൽ ഭരണം മാറുന്നു, ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത്, അതിനുശേഷം നമുക്കറിയാം BJP സർക്കാർ വരുന്നു, മോദി ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി അഡമൻ്റായ നിലപാടുള്ള ആളാണ്, ഒപ്പം ട്രംപും കൂടി ചേരുമ്പോൾ നടന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഒരു ഫലമാണോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻസോ അല്ലെങ്കിൽ പേഴ്സണൽ ബന്ധമോ എന്നത് പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. പക്ഷേ അതിനേക്കാൾ പ്രധാനമായി നമ്മളൊരു 3 ഡയമെൻഷണൽ ഒരു ചിത്രം ഇതിനെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്, ശ്രീ രഞ്ജിത്ത്. അതായത് ഒരു ത്രിതല ഫൈറ്റ് ഭാരതത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ആഗോള ഭീകരതയ്ക്ക് എതിരായി വിജയിച്ചു വന്നു. ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ലീഗൽ ഫൈറ്റ് തന്നെയാണ്. നേരത്തെ ശ്രീ ബൈജു തട്ടാല പറഞ്ഞതുപോലെ ഒരു നിയമ പോരാട്ടം, ഉഗ്രമായ നിയമ പോരാട്ടം തഹാവൂർ റാണ അവിടെ നടത്തി. അതായത് ഒരു ഡബിൾ ജെപ്പഡി, അതായത് ഒരേ കേസിനെ 2 പ്രാവശ്യം വിചാരണ ചെയ്യപ്പെടുക എന്ന അനൗചിത്യം അത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അപ്പൊ താഴെ തട്ടിലെ കോടതികളിൽ, അവിടെ കാലിഫോർണിയ കോർട്ടിലാണെന്ന് തോന്നുന്നു, മജിസ്ട്രേറ്റ് കോർട്ടിൽ അത് തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് പിന്നീട് അതിന് കേസിന് ജീവൻ വെച്ചതും അങ്ങനെ അദ്ദേഹത്തെ കൈമാറാം, എക്സ്ട്രഡിഷൻ ആകാം എന്നത് തീരുമാനമായത്. 2017 നമ്മള് ഒപ്പിട്ട ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി, അപ്പൊ അത് അനുസരിച്ച് 2007 അപ്പൊ ആ ഒരു ട്രീറ്റിയുടെ ബലത്തിൽ നമുക്ക് എക്സ്ട്രഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നത് ഒരു നയതന്ത്ര തലത്തിൽ പിന്നീട് രേഖപ്പെടുത്തുന്നു. ലീഗൽ വിക്ടറി ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് നയതന്ത്ര രംഗത്തെ കൃത്യമായ ഇടപെടലുകൾ. ഇപ്പൊ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലും, അതുപോലെ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി മോദി വ്യക്തിപരമായി ഡൊണാൾഡ് ട്രംപുമായുള്ള വ്യക്തിപരമായ ഇക്വേഷൻസ്, പൊളിറ്റിക്കൽ കെമിസ്ട്രി അതുപയോഗിച്ചുകൊണ്ട് തീർച്ചയായും ഒരു വലിയ നീക്കം നടത്തിയിട്ടുണ്ടാകാം. നയതന്ത്ര തലത്തിലും ഒക്കെ നീക്കമുണ്ട്. പക്ഷെ മൂന്നാമത്തെ ഫാക്ടർ അതിനേക്കാൾ പ്രധാനമാണ്. കാരണം ഇന്ന് ഭാരതം ഒരു പുഷ് ഓവർ സ്റ്റേറ്റ് അല്ല. ഭാരതം ഒരു നിർണായക ശക്തിയാണ്, നിർണായക ഘടകമാണ്. അപ്പൊ ആ നിർണായകമായ ഒരു ശക്തി, ഒരു സമ്പദ് വ്യവസ്ഥയാണ്, ഒരു രാഷ്ട്രീയ ശക്തിയാണ്, G20 പ്രമുഖമായ ഒരു അംഗമാണ്. ഇങ്ങനെ ഭാരതത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഗ്ലോബൽ സ്റ്റേച്ചർ, അപ്പൊ ഭാരതം ആവശ്യപ്പെടുന്ന ഒരാളെ, ഒരു വ്യക്തിയെ, ഒരു ഭീകരനെ വിട്ടുകിട്ടണം എങ്കിൽ ഭാരതത്തിന് ഒരു സർട്ടൻ സ്റ്റേച്ചർ ഉണ്ടാകണം, ഗ്ലോബൽ സ്റ്റേച്ചർ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൂടിയാണ്. പൊളിറ്റിക്കൽ സ്റ്റേച്ചർ, ഗ്ലോബൽ സ്റ്റേച്ചർ, ഇതെല്ലാം കൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഡിപ്ലോമാറ്റിക് വിക്ടറി, അതുപോലെ ലീഗൽ വിക്ടറി ആൻഡ് പൊളിറ്റിക്കൽ പ്രഷർ കൺവേർജ് ഇൻടു ദ റിലീസ് ഓഫ് തഹാവൂർ റാണ ഫ്രം US ആൻഡ് ഹി വാസ് എക്സ്ട്രഡിറ്റഡ്. അത് അങ്ങനെ പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പക്ഷെ ഇതിനെ പൂർണ്ണമായി ഒരു ഗവൺമെന്റിന്റെ വിജയമാണ്, പൊളിറ്റിക്കൽ സക്സസ് ആണ് എന്ന് പറഞ്ഞാൽ ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെ 2016 മുതൽ 20 വരെ പ്രസിഡന്റ് ആയിരുന്നു. ശ്രീ നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു കഴിഞ്ഞ 10 വർഷം. കഴിഞ്ഞ മുൻ ട്രംപ് ഭരണകാലത്തും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അവിടെ യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ആകപ്പാടെ സംഭവിച്ച മാറ്റം മോദി 3.0 remains almost same, but Trump 2.0 is radically different from Trump 1. അല്ലെ, ഒന്നാം ട്രംപ് ഭരണകൂടത്തെക്കാൾ റാഡിക്കൽ ഡിഫറൻസസ് ആണ് 2ാം ട്രംപ് ഭരണകൂടം. കാരണം അതിന് കോൺഗ്രഷണൽ സപ്പോർട്ട് കൂടുതലുണ്ട് എന്നാണ് ട്രംപിന്റെ ഒരു വിശ്വാസം. അത് ശരിയുമാണ്. കാരണം റിപ്പബ്ലിക്കൻസിന് ജനപ്രതിനിധി സഭയിലും സെനറ്റിലും കൃത്യമായ ഒരു മേൽക്കൈയുണ്ട്, എഡ്ജുണ്ട്. അതുകൊണ്ട് പ്രസിഡന്റിന് തന്റെ തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന്റെ പിൻബലം, പാർലമെന്റിന്റെ പിൻബലം ഉണ്ട്. അത് അവിടെയാണ്. അപ്പൊ ആ ഒരു ബലം മാത്രമാണ് വ്യത്യാസം. അത് മാത്രമല്ല, ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുന്ന ആ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ, ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി. ട്രംപ് കാട്ടുന്ന ഒരു ഇച്ഛാശക്തി, ഭാരതം കാട്ടുന്ന ഒരു ഇച്ഛാശക്തി, ഇത് രണ്ടും ആഗോള ഭീകരതയ്ക്കെതിരെ 2 രാജ്യങ്ങളുടെ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ആ നയതന്ത്ര രംഗത്തിന്റെ ഇച്ഛാശക്തി അവിടെ കൺവേർജ് ചെയ്യുന്നു. അങ്ങനെ ഇത് എക്സ്ട്രഡിഷൻ സാധ്യമായി. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഓപ്പറേഷണൽ ഡൈനമിക്സ് സ്വല്പം മാറിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. പ്രത്യേകിച്ച് നിജാർ വധം സംഭവിച്ചപ്പോഴാണ് കാനഡയുടെ മണ്ണിൽ ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന കൊടും ഭീകരൻ അല്ലെങ്കിൽ ഖലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജാർ വധിക്കപ്പെട്ടപ്പോൾ അവിടെ
ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇന്ത്യക്ക് പുറത്തും വിദേശ മണ്ണിലും തീവ്രവാദ വിഭാഗങ്ങൾ അടങ്ങുന്ന ആക്രമണകാരികൾ അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ ആരൊക്കെയോ ആക്രമിക്കുന്നുണ്ട്. അജ്ഞാതന്മാരുടെ ആക്രമണത്തിൽ ഏറെ പേരാണ് പാകിസ്ഥാന്റെ മണ്ണിനുള്ളിൽ ഇന്ത്യ തേടുന്ന ലഷ്കർ-ഇ തോയ്ബ, ഹർക്കത്തുൽ മുജാഹിദീൻ, ഹിസ്ബുൾ മുജാഹിദീൻ, ജയ്ഷെ മുഹമ്മദ് ഭീകരന്മാർ കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ബ്രിട്ടനിലും കാനഡയിലും അമേരിക്കയിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. സംഭവം ഇന്ത്യ ഈസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ്, പക്ഷെ ഇന്ത്യയുടെ താല്പര്യം അവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഇനി ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹർപട്വന്ത് സിംഗ് പന്നുവിനെ പോലെയുള്ള റാഡിക്കൽ സിഖ് ടെററിസ്റ്റ് അവർ അമേരിക്കയുടെ മണ്ണിൽ ഇപ്പോഴും സസുഖം വാഴുന്നു. അവരെ കൂടി എക്സ്ട്രഡേറ്റ്, അത് അദ്ദേഹത്തിന്റെ ഒരു പേര് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ, അതുപോലെ അനേകരുണ്ട്. ആ ആളുകൾ കൂടി എക്സ്ട്രഡിറ്റ് ചെയ്യാനുള്ള ഒരു വലിയ ശൃംഖലയുടെ തുടക്കമായിട്ടാണോ തഹാവൂർ റാണയുടെ ഇപ്പോഴത്തെ എക്സ്ട്രഡിഷൻ കൈമാറ്റം? ഇവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത് വൺ ടൈം വണ്ടർ. ദിസ് ഗൈ ഈസ് എ ബിഗ് ഫിഷ് സർട്ടൻലി. ഒരു വലിയ തിമിംഗലം തന്നെയാണ്. ഒരു നയതന്ത്ര രംഗത്തെ വിജയം എന്ന് പറയാൻ കാരണം തീരെ ചെറിയ ഒരു മുഖമല്ല. പാകിസ്ഥാനെ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രീ രഞ്ജിത്ത്, പാകിസ്ഥാൻ പാക് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ ഇവിടെ ആമിർ അജ്മൽ കസബ് എന്ന ആളെ നമ്മളെ തൂക്കിലേറ്റിയത് കൊണ്ടായില്ല. ഇത് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അനുഗ്രഹാശിസുകളുടെ മുൻ പട്ടാളക്കാരനായ പാകിസ്ഥാൻ പൗരനായ ആയിരുന്ന തഹാവൂർ റാണ ISIയുടെ നേതാക്കളുമായി നിരന്തരം നടത്തിയ ഫോൺ കോളുകൾ, പാക് നേതൃത്വവുമായി നടത്തിയ സംഭാഷണങ്ങൾ, ഇതെല്ലാം തന്നെ പാക് ആർമിയുടെയും പാക് രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും പാക് സൈന്യത്തിന്റെയും ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെയും അതുപോലെ തന്നെ തീവ്രവാദ വിഭാഗങ്ങളുടെയും എല്ലാം തന്നെ ഒരു നെക്സസ്. ഈ നെക്സസ് ലോകത്തിന്റെ മുന്നിൽ കൃത്യമായ കണക്കുകളോടെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ തഹാവൂർ റാണ കൃത്യമായി ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടണം. ആ ഒരു സന്ദേഹമാണ് തഹാവൂർ റാണ അവിടെ പ്രകടിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്ന് തനിക്ക് നീതി കിട്ടില്ല, ഒരു ഫെയർ ട്രയൽ ഉണ്ടാവില്ല എന്ന ഒരു ഭയപ്പാട് അദ്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷെ അതിനെല്ലാം തള്ളിക്കളയുന്ന രീതിയിൽ കൃത്യമായ നിയമപരമായ ഒരു വ്യവസ്ഥ ഇവിടെയും പാലിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അഭിഭാഷകൻ ഉണ്ടാവും, അദ്ദേഹത്തിന് തീർച്ചയായും ഡിഫെൻഡ് ചെയ്യാൻ, ഇന്ത്യക്ക് ഉള്ളിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ ലോകത്തിന് മുമ്പിൽ നമ്മുടെ നിയമവാഴ്ചയുടെ കൂടെ വിജയമായി, നീതി പ്രക്രിയയുടെ വിജയമായി എടുത്തു കാണിക്കാൻ ഒക്കുന്ന ഒരു ഇൻസിഡന്റ് ആയി ഈ തഹാവൂർ റാണ സംഭവം മാറണം എന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും തിരിച്ചു വരാം ദയവായി സാർ. ശ്രീ PJ വിൻസെന്റ്, അങ്ങനെ